ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കാനെക്സ്. മക്കളെ, പുതിയ റാങ്ക് ലിസ്റ്റ് വന്നു. കീം റാങ്ക് ലിസ്റ്റ് പുതുക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. പഴയ ഫോമുല പ്രകാരം റാങ്ക് ലിസ്റ്റ് പുതുക്കി പ്രസിദ്ധീകരിച്ചു. ഈ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ കേരള സിലബസിൽ പഠിച്ച കുട്ടികൾക്കാണ് അടിയായിരിക്കുന്നത്. അവരുടെ റാങ്ക് ഒരുപാട് പിറകിലോട്ട് പോയി. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തിരുന്നത് കേരള സിലബസിൽ പഠിച്ചൊരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ റാങ്ക് മാത്രം നോക്കിയാൽ മതി, 7ാം സ്ഥാനത്തേക്ക് ആ കുട്ടി പിന്തള്ളപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ പുതിയ ഫോമുല പ്രകാരം പഴയ ഫോമുല പ്രകാരം റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ കേരള സിലബസിലെ കുട്ടികൾ ഒരുപാട് പിറകിലോട്ട് പോയി അവരുടെ അഡ്മിഷൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരെ വന്നു. അപ്പോൾ നമ്മൾ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ വന്നിട്ടുള്ളൂ. എല്ലാം കൊണ്ട് കുട്ടികൾക്ക് വലിയ തിരിച്ചടി തന്നെയാണത്. നമ്മൾ റാങ്ക് ലിസ്റ്റ് ഇപ്പൊ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ റാങ്ക് ലിസ്റ്റ് വന്നു, അഡ്മിഷൻ തുടങ്ങി. നമ്മൾ ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളൂ. ഇനി അലോട്ട്മെന്റ് പ്രോസസ്, ഒരുപാട് പ്രോസസ്സ് ബാക്കിയുണ്ട്. ഇവിടെ അഡ്മിഷൻ തുടങ്ങുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അഡ്മിഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കാണും. കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഒരുപക്ഷെ കുട്ടികളുടെ ഭാവി, കുറെ കുട്ടികളുടെ ഭാവി തന്നെ എന്ത് ചെയ്യും, അവതാളത്തിലാവുന്ന ഒരു അവസ്ഥയാണ്. അതുമല്ല, ഈ കഴിഞ്ഞ ദിവസം വന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും കുട്ടിക്ക് ഒരുപാട് റാങ്ക് ലിസ്റ്റ് പിറകിലോട്ട് പോകുന്ന ഓരോ കുട്ടിയുടെയും മാനസികാവസ്ഥ, ഫസ്റ്റ് റാങ്ക് ആയാലും സെക്കൻഡ് റാങ്ക് ആയാലും തേർഡ് റാങ്ക് ആയാലും ഓരോ കുട്ടിയുടെയും മാനസികാവസ്ഥ അധികാരികളൊന്ന് കണക്കിലെടുക്കണം. ഇപ്പൊ വലിയൊരു പ്രതിസന്ധിയിലെ കുട്ടികളുള്ളത്. കുട്ടികൾക്ക് എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ അധികാരികൾ എടുക്കുമ്പോൾ കുറച്ച് മുൻപെങ്കിലും കുട്ടികളുടെ മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഈ ഹൈക്കോടതി റദ്ദാക്കുന്നതിന്റെ ലാസ്റ്റ് മൊമെന്റിൽ ഈ തീരുമാനം എടുത്തതുകൊണ്ടാണ്. പുതിയ ഫോമുല ക്രിയേറ്റ് ചെയ്ത ലാസ്റ്റ് മൊമെന്റിലാണ്. ഇത് കുറച്ച് മുൻപായിരുന്നെങ്കിൽ, ഒരുപക്ഷെ പ്രോസ്പെക്ടസ് പുറത്തിറക്കുന്നതിന് മുൻപാണ് ഈ ഒരു ഫോമിന് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. അപ്പൊ ഒരുപാട് കുട്ടികളുടെ ഒരു മാനസിക അവസ്ഥ തന്നെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കുട്ടികളെ തള്ളിവിട്ടിരിക്കുകയാണ്. അപ്പൊ അധികാരികളോട് ഒരു അഭ്യർത്ഥനയാണുള്ളത്, എത്രയും നേരത്തെ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ കുറച്ച് നേരത്തെയെങ്കിലും എടുക്കണം എന്നുള്ളതാണ്.